മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അമീൻ സർ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. ഇന്ന് നമ്മൾ എലക്ഷൻ ആൻഡ് ഡെമോക്രസിയിൽ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചതും ഈ ചോദ്യം എന്തായാലും ഉറപ്പായിട്ട് ഈ പ്രാവശ്യം വരും എന്നുള്ളത് കൊണ്ടും ഈ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത്. അത് ഏതാണ് ക്വസ്റ്റ്യൻ? അതാണ് നിങ്ങൾക്കുള്ള ഡൗട്ട്. അപ്പൊ മക്കളെ, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഈ ക്രിസ്മസ് എക്സാമിന് ക്വസ്റ്റ്യൻ വരും. അപ്പം ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചുമതലകളിൽ ഏതെങ്കിലും 4 എണ്ണം എഴുതുക. റൈറ്റ്, എനി 4 ഫങ്ഷൻസ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇലക്ഷൻ കമ്മീഷനെ 4 എണ്ണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് എഴുതാന്ന് നിങ്ങൾക്ക് 4 മാർക്കിനോ 6 മാർക്കിനോ ചോദിക്കും. ഇപ്പൊ 4 എണ്ണമായോണ്ട് 4 മാർക്കാണ്, 6 എണ്ണാണെങ്കിൽ 6 മാർക്ക് ഉണ്ടാവും. സോ ഈ 6 എണ്ണം നമ്മൾ പഠിച്ചിരിക്കണം. ഈ ഫങ്ഷൻസ് ഓഫ് എലക്ഷൻസ് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം. നമ്മൾ പഠിക്കും, നമ്മളെ മനസ്സിൽ ഓർമ്മ ഉണ്ടാവില്ല, മറന്നു പോകും. സ്വാഭാവികമായിട്ട് നമുക്കുണ്ടാകുന്ന പ്രശ്നമാണ്. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇത് കൃത്യമായിട്ട് ക്ലാസ്സിൽ അവസാനം വരെ കാണുന്നവർക്ക് ഇത് മൊത്തം നമ്മൾ ഒരു കഥയിലൂടെ, ഒരൊറ്റ കഥയിലൂടെ ഇത് സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് പോവാണ്. തുടങ്ങിയാലോ? ഓക്കെ. അപ്പൊ മക്കളെ, എനിക്ക് ഒരൊറ്റ കാര്യം പറയാനുള്ളത്, ഈ വീഡിയോ കാണുന്ന മക്കളാണെങ്കിൽ ഒന്നും എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. മാത്രമല്ല, ഈ കഥ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമന്റും ചെയ്യണം. നമുക്ക് ഇതേപോലെ അടിപൊളിയാക്കി എന്ത് ചെയ്യാം, മാറ്റാം. ആദ്യമായിട്ടാണ് ഈ ചാനൽ വരുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. സോ നമ്മൾ പഠിക്കാൻ വേണ്ടി പോണേ ഫങ്ഷൻസ് ഓഫ് ദ എലക്ഷൻ. ഇലക്ഷന്റെ ചുമതലകൾ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലകൾ ഏതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്. സോ ഈ പോയിന്റുകൾ ഏകദേശം 8 എണ്ണം ഉണ്ട്. ഈ 8 എണ്ണത്തിന് ഞാനൊരു കഥയിലേക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് വരാം. സോ ഞാനിവിടെ കഥ പഠിപ്പിക്കാൻ വേണ്ടി പോവാണ്. സുട്ടുവിനെയാണ് ഞാനിവിടെ എടുക്കുന്നത്. സുട്ടുവിന്റെ കഥ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ കഥ മൊത്തമായിട്ട് പഠിക്കാൻ വേണ്ടി പോവാണ്. സുട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോളേജിലുള്ള വിദ്യാർത്ഥിയാണ്. ഈ സുട്ടുവിന് ഒരുപാട് താല്പര്യം. സുട്ടുവിന് ഒരു പെൺ സുഹൃത്തിനെ വേണം, ഗേൾ ഫ്രണ്ടിനെ വേണം, അല്ലെങ്കിൽ ബെസ്റ്റിയെ വേണം എന്ന് തീരുമാനിച്ചു. സുട്ടു എന്ന് പറഞ്ഞാൽ അമീൻ സാർ അല്ല കേട്ടോ. അപ്പം സുട്ടുവിന് ഒരു ബെസ്റ്റ് ഫ്രണ്ട് വേണം തീരുമാനിച്ചു. സ്വാഭാവികമായിട്ട് ആ ക്ലാസ്സിൽ സ്കൂളുകളിൽ ഒരുപാട് കുട്ടികളുണ്ട്. ആയിഷയുണ്ട്, ഖദീജയുണ്ട്, ദേവികയുണ്ട്, ഡോഡയുണ്ട്, അങ്ങനെ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പം സുട്ടു തീരുമാനിച്ച് ഇതിൽ ആരെങ്കിലും ഒന്ന് സുട്ടുവിന്റെ നല്ലൊരു സുഹൃത്തിനെ മാറ്റണം, ഒരു ബെസ്റ്റ് ആക്കണം എന്ന് തീരുമാനിച്ചു. സ്വാഭാവികമായിട്ട് സുട്ടു എന്ന് പറയാൻ 100% പ്രൊഫഷണൽ ആയിരുന്നു. സുട്ടു എന്ത് ചെയ്തറിയോ? സുട്ടു എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കൃത്യമായിട്ട് മേൽനോട്ടം വഹിച്ച് ഇവരെ കൃത്യമായിട്ട് മേൽനോട്ടം വഹിക്കാനാണ് ഒരു സൂപ്പർവൈസ് ചെയ്യുക. കൃത്യമായിട്ട് മേൽനോട്ടം വഹിച്ച് ഇതിൽ ആരാ നല്ലത്, ഏറ്റവും അടിപൊളി ആരാണ്, എനിക്ക് പറ്റിയ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് കൃത്യമായിട്ട് സുട്ടു നോക്കി. മാത്രമല്ല, ഭയങ്കര പ്രൊഫഷണൽ ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്തറിയോ, ഇതിനനുസരിച്ച് എന്ത് ചെയ്തിരുന്നു, കൃത്യമായിട്ട് പട്ടികപ്പെടുത്തി എന്ത് ചെയ്തു, സുഷമ, ഖദീജ, അങ്ങനെ ഓരോ പേരൊക്കെ ഇട്ട് കൃത്യമായിട്ട് പട്ടിക ആര് പെടുത്തിയിരുന്നു. നമ്മളെ സുട്ട് എന്ത് ചെയ്തിന്, പട്ടികയൊക്കെ കൃത്യമായിട്ട് പെടുത്തിയിരുന്നു. അപ്പൊ ആദ്യം മേൽനോട്ടം മാത്രമല്ല, കൃത്യമായിട്ട് പട്ടികപ്പെടുത്തി തീരുമാനിച്ചു ഈ ഖദീജയാണ് സുട്ടുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആവാൻ വേണ്ടി പോകുന്നതെന്ന് സുട്ടു തീരുമാനിച്ചെന്താ മതിയോ? ഇല്ലല്ലേ. നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് എന്ത് ചെയ്യണം, തീരുമാനിച്ചെന്ന് ഇങ്ങനെ കുത്തിയിരുന്നാരല്ല, പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം. സുട്ടു നേരെ പോയിട്ട് എന്ത് ചെയ്തു, തീയതിയൊക്കെ പ്രഖ്യാപിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല, പോകുമ്പോ എന്ത് വേണം, വെറുതെ പോയാൽ വരാം, ഒരു കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലല്ലേ, ഒരു ചിഹ്നമൊക്കെ, ഇത് ഇഷ്ടമാണ് അല്ലെങ്കിൽ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആക്കണം താല്പര്യം, നമ്മൾ ചിഹ്നങ്ങളൊക്കെ കൊണ്ടുപോകണം. നമ്മൾ ഡയറി മിൽക്കൊക്കെ കൊണ്ടുപോകണം, അല്ലെ ചിഹ്നങ്ങളും കൊണ്ടുപോകണം. അപ്പം സുട്ടിനാണ് കേട്ടോ, സുട്ട ഹൈലി പ്രൊഫഷണൽ ആണ്. ആദ്യം മേൽനോട്ടം മാത്രമല്ല, കൃത്യമായിട്ട് പട്ടികപ്പെടുത്തി തീരുമാനിച്ചെന്താണോ, വേഗം പോയിട്ട് തീയതി തീരുമാനിച്ചു, ചിഹ്നമൊക്കെ കൊണ്ടുപോയിട്ട് ഖദീജനോട് പറഞ്ഞു, ഖദീജയെ, നിന്നെ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് ആക്കണം, എനിക്ക് എന്നെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കിയാൽ കൊള്ളാമായിരുന്നു എന്ന് പറഞ്ഞു. അത് സ്വാഭാവികമായിട്ട് ബെസ്റ്റ് ഫ്രണ്ട് പെട്ടെന്നാക്കൂ? ഇല്ല, ബെസ്റ്റ് ഫ്രണ്ട് പെട്ടെന്നാക്കൂല. ഇവള് കൃത്യമായിട്ട് ഇതിന് എന്ത് ചെയ്തു, ഒരു പെരുമാറ്റച്ചട്ടം, ഇവനെങ്ങനെ കൃത്യമായിട്ട് പഠിക്കോ, അല്ലെങ്കിൽ കൃത്യമായിട്ട് ചെയ്യോ, കൃത്യമായിട്ട് എനിക്ക് പറ്റിയ ഫ്രണ്ടാണോ, കൃത്യമായിട്ട് എന്ത് ചെയ്യും, നോക്കും. അത് പെരുമാറ്റച്ചട്ടം ഉണ്ടാക്കി കഴിഞ്ഞാല് പിന്നെ എന്താ ഉണ്ടാവില്ല അറിയോ? പിന്നെ ഉണ്ടാവുക ഇവരുടെ വോട്ടെണ്ണല. ഇവരുടെ എന്താണ്ടാവില്ലേ, കൃത്യമായിട്ട് വോട്ടെണ്ണൽ ഓരോ ചങ്ങാഴ്ചകളോട് ഓരോ ഫ്രണ്ട്സിനോടൊക്കെ ചോദിക്കും, ഞാൻ സുട്ടുവിനെ ഫ്രണ്ട് ആക്കിയിട്ടുണ്ട്, ഞങ്ങൾക്ക് കുഴപ്പമുണ്ടോ, അങ്ങനെ ഓരോരുത്തർ വോട്ടെണ്ണലും പിന്നെന്ത് ചെയ്യും, ഫലപ്രഖ്യാപനം ഉണ്ടാവുക. ഫലപ്രഖ്യാപനത്തിന് എന്തായാലും ഒന്നെങ്കിൽ യെസ്സോ ഓർ നോ, 2 ഉണ്ടാവും. യെസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ഇതിനു വേണ്ടിയ പരിശീലനവും നിയമനവും നടത്തണം. പരിശീലനവും നിയമനവും നടത്തണം. ഇനി നോ ആണെങ്കിലോ, നോ ആയാല് ഏട്ടനോട് പറഞ്ഞിട്ട് തല്ല് കിട്ടിയേക്കും. അപ്പൊ അതിന് വേണ്ട കണക്കെടുപ്പുകൾ, കിട്ടിയ തല്ലിന്റെ കണക്കെടുപ്പ് എന്ത് ചെയ്യണം, എടുക്കേണ്ടി വരും. കിട്ടിയ തല്ലിന്റെ കണക്കെടുപ്പ്, വോട്ടെണ്ണലിന്റെ കണക്കെടുപ്പ് എന്ത് ചെയ്യേണ്ടി വരും, കണക്കെടുപ്പ് കൃത്യമായിട്ട് നടത്തേണ്ടി വരും.
ഇതാണ് ഇതാണ് ഇലക്ഷൻ കമ്മീഷന്റെ ചുമതലകൾ. സുട്ടുവിന്റെ ബെസ്റ്റ് നോക്കിയ കഥ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ മൊത്തമായിട്ട് പഠിക്കാം. സുട്ടു ഈസിക്കൽ ടു തിരഞ്ഞെടുപ്പ് എന്നാലോചിക്കാം. സുട്ടു ഈസിക്കൽ ടു അമീൻ സാർ അല്ല, സുട്ടു ഈസിക്കൽ ടു ആരാണ്? തിരഞ്ഞെടുപ്പ് എന്നാലോചിക്കാം. മക്കളെ ഫസ്റ്റത്തെ എന്താ സുട്ടു ചെയ്തത്? മേൽനോട്ടം വഹിച്ചു. ഒന്നാമത്തെ തിരഞ്ഞെടുപ്പിൽ മേൽനോട്ടം വഹിക്കുക, തിരഞ്ഞെടുപ്പിൽ മേൽനോട്ടം വഹിക്കുക. മേൽനോട്ടം മാത്രമാണ് വെച്ചത്. എന്ത് ചെയ്തു? തിരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്തു? പട്ടികകൾ തയ്യാറാക്കുക. തിരഞ്ഞെടുപ്പിൽ പട്ടിക, വോട്ടർ പട്ടിക തയ്യാറാക്കൽ. മാത്രല്ല തിരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടിക എന്ത്? തീയതി പ്രഖ്യാപിച്ചു. തീയതി എന്ത് ചെയ്യുക? പ്രഖ്യാപിക്കൽ. മാത്രല്ല അടുത്തെന്താണ്? ചിഹ്നങ്ങൾ, സിംബൽസ് അലോട്ട് ചെയ്യുക. തിരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യുക? സിംബൽസ് അലോട്ട് ദ ഇലക്ഷൻ സിംബൽസ്, അലോട്ട് ദ ഇലക്ഷൻ സിംബൽസ്. ലാസ്റ്റ് എന്ത് ചെയ്യും? പെരുമാറ്റച്ചട്ടം രൂപീകരിക്കും. സുട്ടു ഈസിക്കൽ തെരഞ്ഞെടുപ്പാണ്. തിരഞ്ഞെടുപ്പിൽ എന്ത് ചെയ്യുക? പെരുമാറ്റച്ചട്ടം. അതിന് നമ്മൾ എന്ത് ചെയ്യും? കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയും. അവിടെ കാണും കോഡ് ഓഫ് കണ്ടക്ട്. കോഡ് ഓഫ് കണ്ടക്ട് പെരുമാറ്റച്ചട്ടങ്ങൾ എന്ത് ചെയ്യുക? രൂപീകരിച്ചു. പിന്നെന്ത് ചെയ്യും? വോട്ടെണ്ണല് ഫലപ്രഖ്യാപനം. തെരഞ്ഞെടുപ്പിന് എന്ത് ചെയ്യുക? വോട്ടെണ്ണല് ഫലപ്രഖ്യാപനം നടത്തും. യെസ് ആണെങ്കിൽ അവർക്ക് വേണ്ടി, ഉദ്യോഗസ്ഥർക്ക് വേണ്ടി എന്ത്? പരിശീലനവും നിയമനവും നടത്തുക. നോ ആണെങ്കിൽ എന്താ? കിട്ടിയ തല്ലിന്റെ കണക്കെടുപ്പുകൾ കൃത്യമായിട്ട് നടത്തുക. സോ ഈ കഥ എന്റെ മക്കൾ ആലോചിച്ച് വെക്കുക. ഈ കഥ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റ് അതിലേക്ക് കണക്ട് ചെയ്ത് വെക്കുക. നമ്മൾ എന്താ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഓരോ പോയിന്റുകളും മാത്രം എന്ത് ചെയ്തു? ഇതേപോലെ ഓരോ പോയിന്റുകളും മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തത്? പഠിച്ചു മാറ്റിയത്. അതിന് എന്ത് ചെയ്തു? കണക്ട് ചെയ്തു. അപ്പൊ ഇത് സിമ്പിൾ ആയതുപോലെ നമുക്ക് തോന്നും. സോ സുട്ടുവിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും അമീൻ സാർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ വീഡിയോന്റെ താഴത്തെ കമന്റ് ബോക്സിൽ ഈ കഥനെ കുറിച്ചുള്ള അഭിപ്രായം പറയാം. ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. നിങ്ങൾ സിമ്പിൾ ആക്കിയിട്ട് പഠിപ്പിച്ചു തരും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാൻ എന്റെ മക്കൾ മറക്കണ്ട, കമന്റ് ചെയ്യാൻ എന്റെ മക്കൾ മറക്കണ്ട. നമുക്ക് ഇനിയും കാണാം. ടാറ്റ ടാറ്റ ബൈ.